ഡേവിഡിന് ബുദ്ധിമുട്ടായില്ലല്ലോ? ഇത്തരം ബോറൻ ചോദ്യങ്ങളൊന്നും നിന്റെ ആക്ടിവിറ്റി ചേരില്ല. താൻ ആദ്യമായിട്ടാണോ ഇവിടെ? നോ നോ, ഞാനൊരു തവണ കിഷോറുമായിട്ട് വന്നിരുന്നു നിങ്ങളുടെ ഒരു ഗെറ്റ് ടുഗദർ പാർട്ടിക്ക്. ഓ യെസ് യെസ് ഐ റിമെമ്പർ. അതുകൊണ്ടാണ് വഴി വലിയ കൺഫ്യൂഷനില്ലാതെ ഇങ്ങ് എത്തിയത്. പിന്നെ ഞാനിവിടെ വന്ന കാര്യം കിഷോറിന് അറിയില്ല കേട്ടോ. വൈ? എനിത്തിങ് പേഴ്സണൽ? യെസ് ദർ ഈസ്. വളച്ചു കെട്ടാതെ ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇല്ലെങ്കിൽ ഡേവിഡ് വെറുതെ ആലോചിച്ച് കാട് കയറും. ഷെറിൻ കാര്യം പറ. വരുന്ന 25th ഞങ്ങളുടെ 10th വെഡിങ് ആനിവേഴ്സറി ആണ്. ഓ കൺഗ്രാറ്റ്സ്. താങ്ക് യു. കിഷോറിന് ഒരു ബിഗ് സർപ്രൈസ് കൊടുക്കണം. അതിന് ഡേവിഡിന്റെ ഒരു ചെറിയ ഹെൽപ്പ് വേണം, അതും ഫിനാൻഷ്യലി. അരെ കിഡിങ് മീ? എന്നെ പോലെ ഒരു 10 പേരെ വാങ്ങിക്കാനുള്ള കാശുണ്ടാക്കിയിട്ടുണ്ടാവും താനും തന്റെ ഹസ്ബൻഡും കൂടി. എന്നിട്ടാണോ? ഡേവിഡ് കളിയാക്കുന്നതിനൊരു പരിധിയുണ്ട്. ആക്ച്വലി 2 വർഷം മുമ്പ് മൂന്നാറിലൊരു പ്ലോട്ടിൽ കിഷോറിന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനത് വേണ്ട വെച്ചത്. അവനതിൽ കുറച്ച് നല്ല പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ കാരണം അന്നത് വാങ്ങിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പേര് ചെറിയ പരിഭവങ്ങളൊക്കെ കഴിഞ്ഞതാണ്. ഇപ്പോൾ അത് വാങ്ങിച്ചാലോന്നൊരു ചിന്ത. അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ. 1.5 CR വരും. അതും ക്യാഷായിട്ട് കൊടുക്കണം. 75 lakh കയ്യിലുണ്ട്. ബാക്കി ഡേവിഡ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ക്യാഷ് വിഡ്രോ ചെയ്താൽ സർപ്രൈസ് പൊളിയും. സോ അതുകൊണ്ട് ഇതൊക്കെ ഫോണിൽ പറയേണ്ട കേസല്ലേ ഉള്ളൂ. ഹേയ് നോ, അത് മാത്രമല്ല ഫംഗ്ഷൻ ഇൻവൈറ്റ് ചെയ്യാൻ കൂടെ വന്നതാണ്. ഈവന് 6 പാർട്ടി, നമ്മുടെ ബ്ലൂ ഡയമണ്ടിൽ വെച്ച്. യു മസ്റ്റ് ബി ദേർ. യാ ഷുവർ. ഒരു മിനിറ്റ് താനിരിക്കും. Take what you need. താങ്ക് യു സോ മച്ച് ഡേവിഡ്. It's okay. കഴിക്കും. നോ. മദ്യം വേണ്ടെന്നാണോ അത് എൻ്റെ കൂടെ കഴിക്കില്ലെന്നാണോ? അയ്യോ ഡോണ്ട് ഗെറ്റ് മീ റോങ്, അതുകൊണ്ടല്ല. ഏയ് ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട, കഴിക്ക്.